സ്വാഗതം. ഇന്ന് ഭയങ്കര പണിയിലാണ്. അമ്മക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ടില്ല പോകുന്നുണ്ട് പണി. പൊതിഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അർണോസിന്റെ ബുക്കാണ് അല്ലേ? സെക്കൻഡ് ടൈമിലേക്ക് കിടക്കല്ലേ ആ ബുക്കല്ലേ അത്? മലയാളം സെക്കൻഡ്, ഇംഗ്ലീഷ് സെക്കൻഡ്, മാത്സ് അവിടെ. ഓഹോ മാത്സ് പൊതിയാനുണ്ട്. മാത്സ് പാർട്ട് 2 പൊതിഞ്ഞോണ്ടിരിക്കുകയാണ്. പാർട്ട് 1 പാർട്ട് 2 പൊതിഞ്ഞോണ്ടിരിക്കുകയാണ് ഗൈസ്. ഓ മൈ ഗോഡ്. മാത്സ് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തമ്മിൽ കളർ വ്യത്യാസമുണ്ട്. ബാക്കിയുള്ള ബുക്കുകൾ തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ല തോന്നുന്നുണ്ടല്ലോ. ബാക്കിയുള്ള ബുക്കുകൾ തമ്മിൽ കളർ വ്യത്യാസമില്ല. ഇന്നലെ എവിടെയായിരുന്നു അർണോസ്? ഇളവള്ളിയിൽ അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിച്ചോ. ഇളവള്ളിയിൽ നിന്ന കാലത്ത് മഴയത്ത് പുതിയ കോട്ടിട്ട് അർണോസ് വന്നു ഗൈസ്. അവളെ കൊട്ട് ഇട്ടിട്ട് ഞാൻ കൊട്ട് വാങ്ങിക്കാൻ പോയി. എന്നിട്ട് വാങ്ങിച്ച് വീട്ടിൽ വന്നിട്ട് കുറച്ചേരം ഇരുന്നു. അയ്യോ കുറച്ചേരം നിക്കാറുന്നില്ലേ? എന്നിട്ട് ഞങ്ങള് പോന്നു. എന്നിട്ട് ബൈക്കില് മഴയത്ത് വന്നു ഗൈസ്. അർണോസും ആൻഡ്രോസും അല്ല സ്കൂട്ടറിൽ വന്നു. സ്കൂളിലേക്ക് പോയി ഗൈസ്. അമ്മമ്മ കാശ് വന്നു ഗൈസ്. എന്തിനാ? കാശ് കൊടുക്കലിടാൻ. എന്നിട്ട് കേട്ടാ ശരി കുട്ടിയില്ലല്ലോ. കാശ് കൊടുക്കുന്ന അറിഞ്ഞു എന്നിട്ട് ചെയ്യാ. ദുബായിക്ക് പോവാണ് ചെയ്യാ. അർണോസിന് കാശ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിക്ക് പോകും. അമ്മേനെ കൊണ്ടുപോടാ. അമ്മയുടെ കാശ് കൊടുക്കുന്ന പറയുമ്പോ അമ്മയും പോകും. കുട്ടികളുടെ കാശ് കൊടുക്കുന്ന പറയുമ്പോ കുട്ടികളും പോകും. എനിക്ക് സ്വന്തമായിട്ട് കാശ് കൊടുക്കില്ല ഗൈസ്. ഞങ്ങള് അമ്മയുടെ ഓഫീസില് കളിച്ചിട്ട് സമ്മാനം വാങ്ങിച്ചതാണ്. ഡാൻസ് കളിച്ചിട്ട് കിട്ടിയതാണ് ഗൈസ്. കളിക്കൊടുക്ക കളിക്കൊടുക്കില്ല, കാശ് കൊടുക്ക. സ്കൂളിൽ വാങ്ങിച്ചതാ. കാശ് കൊടുക്ക. കളിക്കൊടുക്ക ആരെങ്കിലും ഡാൻസിന് വരും? ഇല്ല. പിന്നെ കളിക്കൊടുക്കാന്ന് പറഞ്ഞു ആകെ പണിത്തിരക്കായ കാരണം ആകെ ലേറ്റായി ഗൈസ്. നോക്കൂ ഗൈസ്, 10:15 കഴിഞ്ഞു ഗൈസ്. ആൻഡ്രോസ് ഉറക്കമായി. അർണോസ് പറഞ്ഞു ഈവനിങ് വ്ളോഗ് എടുക്കണ്ടേ. ലേറ്റായ കാരണം ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അർണോസിന് കാശ് കിട്ടിയ കാരണം ഇന്ന് ഈവനിങ് വ്ളോഗ് ചെയ്യാണ്ട് വേറൊരു മാർഗമില്ല. നോക്കൂ ഗൈസ്, അർണോസിന്റെ ആ സന്തോഷം നോക്കൂ ഗൈസ്. പല്ലില്ലാത്തവിടെ അർണോസിന്റെ സന്തോഷം. അർണോസ് ഇന്ന് കുറെ കഥയൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഏത് കഥ വായിച്ച? നാടിനെ രക്ഷിച്ച വീരബാഹു. കാണാണ്ട് പറയാൻ പറ്റുമോ കഥ? പിന്നെ വായിക്കണ്ട, കഥ പറയാൻ പറ്റുമോ ഷോർട്ടായിട്ട്? ഒരു രാജാവ് ഉണ്ടായിരുന്നു. അമ്മ ഷോർട്ടാക്കി പറയും. ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് എപ്പോഴും തിന്നോണ്ടിരിക്കും. എന്നിട്ട് എന്തായി? തടിച്ച് വീർത്ത് കിടപ്പിലായി. അപ്പൊ രോഗം മാറ്റാൻ ആര് വന്നു? അവിടുന്ന് കുറെ വൈദ്യന്മാര് വന്നു. അവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല, മാറ്റാൻ പറ്റിയില്ല. അപ്പോഴാണ് ആര് വന്നത്? ചെറുപ്പക്കാരനായ വീരബാഹു. ബാഹുബലിയുടെ അനിയനാവുന്നത് വീരബാഹു വന്നു. വീരബാഹു വന്നിട്ട് എന്ത് ചെയ്തു? ഒരു മരുന്ന് കൊടുത്തിട്ട് ആള് പോയി. അത് കഴിച്ചിട്ടും മാറ്റമൊന്നുമില്ല. എന്തിനൊക്കെയായിരുന്നു? 2 നേരം കുളിക്കുക, പല്ലു നിത്യം തേക്കണം, നഖം വളർന്നിടുമ്പോൾ മുറിച്ചിടണം. അതൊരു പാട്ടായിട്ടാണ് പാടണേ. പാട്ട് പാടി നമ്മുടെ 2 നേരം കുളിച്ചിടണം, പല്ലു നിത്യം തേച്ചിടണം, നഖങ്ങൾ വളർന്നിടുമ്പോൾ
മുറിക്കണം. മുറിക്കണം. ഇതാണ് കവിത. അത് ചെയ്തിട്ട് എന്ത് ചെയ്തില്ലേ, മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആള് വീണ്ടും വീരബാഹു വരും. വീരബാഹു വന്നിട്ട് എന്ത് പറയും? മണ്ണു നിത്യം കിളക്കണം. മണ്ണു നിത്യം കിളക്കണം. വിത്തുവെടുത്ത് വിതയ്ക്കണം. വിതയ്ക്കണം. വിത്തെടുത്ത് വിതയ്ക്കണം. പിന്നെ എന്നിട്ട് ഒരു വരി ആൾ മറന്നിട്ടോ, ആൾ മറന്ന് കൈസ് ഇപ്പൊ കാണാം. വേഗം പാട്, ഇപ്പൊ പോവും ആര്? സമയം. ദേഹം വിയർത്തിടും വരെ. ദേഹം ഉയർത്തിടും വരെ വേല ചെയ്യണം. വേല ചെയ്യണം. അപ്പൊ ഇത് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോ എന്തായി? രാജാവിന്റെ അസുഖമൊക്കെ മാറി. അപ്പൊ നോക്കിയപ്പോ എന്താണ്, നാട്ടിൽ മുഴുവൻ അസുഖങ്ങള്. അപ്പൊ രാജാവ് വീണ്ടും വീരബാഹുവിനെ വിളിച്ചു വരുത്തി. അപ്പൊ വീരബാഹു എന്ത് പറയും? ഓ, മുമ്പത്തെ പൊടി കഞ്ചു കൊടുത്തിട്ടില്ലേ? ഇതായിരുന്നു പൊണ്ണത്തടയനായ രാജാവ്. അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം? എപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്ന രാജാവ് എന്തോടൊക്കെ നാളെ കഴിക്കണം, കൊതിയാവും. പോട്ടെ. ആളങ്ങനെ കഴിച്ച് ആൾ എന്തായി, കടപ്പലായി. അത് കഴിഞ്ഞ് ആളോട് പണിയെടുക്കാൻ പറഞ്ഞു. ആളെ കളച്ച് തുടങ്ങി. കളച്ച് കഴിഞ്ഞപ്പോഴല്ലേ മെലിഞ്ഞ് സുന്ദര കുട്ടപ്പനായി ആരോഗ്യവാനായി. എന്നിട്ട് എന്തായി? നാട്ടിലെ അസുഖം പടർന്നു. അപ്പൊ നാട്ടിലുള്ളവർക്ക് എന്ത് ചെയ്തു? വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. ഇതാണ് കഥ പറഞ്ഞത്. അപ്പൊ എല്ലാവരും ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുക? വ്യായാമം ചെയ്യുക. അപ്പൊ ഇന്നത്തെ ഈവനിങ്ങളൊക്കെ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഈ വീഡിയോ ഇഷ്ടമായി മാത്രമാണ് നമുക്ക് പറയാൻ പാടുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.